So hi guys, welcome to Pets and Box. How's my new filter? Okay guys, ഞാൻ ഫിൽറ്റർ ഇട്ടാണ് കാര്യം ഞാൻ ആദ്യമേ എന്ന് പറയും. ഞാൻ ഇങ്ങനെ എടുത്തിട്ടൊരു മെന വരുന്നില്ല ഗൈസ്, ഫിൽറ്റർ ഇല്ലാതെ എടുത്തിട്ടൊരു മെന വരുന്നില്ല. എന്നിട്ട് ഞാനുണ്ടല്ലോ സാധാരണ ക്യാമറയിൽ ഇപ്പോൾ എടുത്തപ്പോൾ ഉണ്ടല്ലോ ഗൈസ് സൂം ആകുന്നില്ല. ഇറ്റ്സ് നോട്ട് സൂമിങ്. ഞാൻ അവിടെ വെച്ചിട്ട് എടുത്തപ്പോൾ എൻ്റെ ഭൂലോകം മൊത്തം കാണും. ഈ സൈഡ്, you know, you can see my whole room. So I thought I will be taking video in this filter. ഫിൽറ്റഡ് ആണ് സ്നാപ്പിൽ എടുക്കാൻ പറ്റും. സ്നാപ്പിൽ സാധാരണ എന്തായാലും സ്നാപ്പിൽ ക്വാളിറ്റി കുറയും. സോ ഐ തോട്ട് ഫിൽറ്റഡ് ആണ് ഗൈസ്. സോ ഇതാണ് ഞാൻ കണ്ടുപിടിച്ച ഫിൽറ്റർ. ഞാനോട് ഗൈസ് ഞാൻ കുറേ ഇതിനെക്കാട്ടും നല്ല ഓവറായിട്ടുള്ള ഫിൽറ്റർ ഞാൻ കണ്ടുപിടിച്ച. പിന്നെ ഞാൻ എന്തിനാണ് വെറുതെ ഉറപ്പിക്കുന്നത്. സോ ഐ തോട്ട് ഐ വിൽ ബി പുട്ടിങ് ദിസ് ഓൺലി. ഓക്കെ, സോ ഞാൻ മെയിൻലി ഓക്കെ എൻ്റെ കൈ വന്നു. ഓക്കെ, ഐ എം നോട്ട് ഗോണ എഡിറ്റ് ദിസ് ഓൾ തിങ്സ്. ഓക്കെ, ഞാനൊന്നും എഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല. സോ മെയിൻലി ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ എനിക്ക് എക്സാമാണ്. സോ ഐ തോട്ട് സ്റ്റഡി വ്ളോഗ്സ് ഇടണം. സോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ കോളേജ് പരം സ്റ്റഡി വ്ളോഗ്സ് ഒക്കെ ഇടാന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് നമ്മളിതൊന്നും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ ഗൈസ്. സോ നാളെ എനിക്ക് OS എക്സാം ആയുള്ള സ്ഥിതിക്ക് ഐ എം ഗോയിങ് ടു പുട്ട് ലാബ് എക്സാം ആണ് കേട്ടോ, സ്റ്റഡി വ്ളോഗ് ഇടാൻ പോകുന്നത്. സോ ഗൈസ് എനിക്ക് സത്യം പറഞ്ഞാൽ പഠിക്കാൻ ഒരു മൂടുമില്ല. എങ്ങനെയെങ്കിലും പഠിക്കണ്ടേ, ആർക്ക് വേണ്ടേ. അങ്ങനെ ഓർത്ത് അവസാനം ഞാൻ ഒരു വഴിയെ കണ്ടുപിടിച്ചു, വ്ളോഗ് ഇടാം. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് സ്റ്റഡി വ്ളോഗ് ഇടിപ്പിക്കും. സോ ഗൈസ് നിങ്ങളും എൻ്റെ കൂടെ നിൽക്കണം. ഓക്കെ, സോ വെൽക്കം ടു ബെഡ്സ് ആൻഡ് ബുക്സ്. ലെറ്റ്സ് ഗോ ടു ദ വ്ളോഗ്. സോ ഹേ ഗായ്സ്, ഐ എം ബാക്ക്. ഓക്കെ, നമ്മൾ സ്റ്റഡി വ്ളോഗുമായിട്ട്. സോ ഹിയർ വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ കോഡ്സ്. ഓക്കെ, I didn't change the filter, right? ഇത് വേറെ ഫിൽറ്റർ ആണെന്ന് തോന്നുന്നല്ലേ. സോ ഗായ്സ് ദിസ് ഇസ് അനദർ ഫിൽറ്റർ ഐ ഫൗണ്ട്. ഓക്കെ, സോ ഗായ്സ് ഞാൻ പഠിക്കാൻ പോകുന്നത് ലാബാന്നല്ലേ പറഞ്ഞല്ലോ, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ലാബ് എക്സാം ആണ്. സോ ഇറ്റ് ഇസ് ഇന്റേണൽ ഓൺലി, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം ലാബ് CPU ഷെഡ്യൂളിങ്ങിൻ്റെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. സോ ഗായ്സ് ഞാൻ ഇന്നലെയാണ് ഗൈസ് വീഡിയോ എടുത്തത്. സോ ഞാൻ പറഞ്ഞില്ലേ ഇന്നായിരുന്നു ലാബ്, പക്ഷേ ലാബ് മാറ്റി വെച്ചു ഗൈസ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ പഠിച്ചില്ല. സോ ഞാൻ ഇന്ന് പഠിക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റഡി ദിസ്. ഓ മൈ ഗോഡ്, FCFS ഗൈസ്. സോ ഗൈസ് FCFSൻ്റെ കോഡാണ് നാം പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ ഈ സംഭവം CPU ഷെഡ്യൂളിംഗ് ഇല്ലേ ഗൈസ്, അത് ഞാൻ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ലാബ് എക്സാം നടക്കേണ്ടേ, അത് മാറ്റി വെച്ചിട്ടാണ് ഇന്നലെ ആക്കിയത്. ഓക്കെ, സോ കഴിഞ്ഞ ആഴ്ച ഈ CPU ഷെഡ്യൂളിംഗ് മാത്രം. സോ ഞാൻ രാവിലെ എണീറ്റിട്ട് ഈ സംഭവം മാത്രം ഒന്ന് നോക്കിയായിരുന്നു. സോ ഗൈസ്, സോ അപ്പം ഇത് ഞാൻ മറന്നുപോയി. ഓഫ് കോഴ്സ് ഒരാഴ്ച കഴിഞ്ഞില്ലേ ഗൈസ്. സോ അതൊന്ന് ഞാൻ ക്വിക്ക് റിവിഷൻ ചെയ്യാണ്, ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് ടൈം മച്ച്. ഓക്കെ, സോ ഞാൻ കുറച്ച് കഴിഞ്ഞ് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പോകണം, ബിക്കോസ് ഞാൻ രാവിലെ മുതലേ റെസ്റ്റ് എടുക്കുമായിരുന്നു. സോ ഐ ഡു വോണ്ട് ടു റെസ്റ്റ് അഗെയിൻ. സോ ഐ തോട്ട് പെട്ടെന്ന് ഈ ഒരു ക്വിക്ക് റിവിഷൻ നടത്തിയിട്ട് ലെറ്റ്സ് go and rest again, then come and study again and rest. Come and study, rest. Okay. So because our brain is like, brain should be braining, right? So yeah. So yeah guys, let's go to the study section. Yeah. So guys, നമ്മൾ FCFS പഠിച്ചു കഴിഞ്ഞു. സോ ഗായ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കാൻ പോയി. സോ അത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ പഠിച്ചില്ല, റിവൈസ് ചെയ്തേ ഉള്ളൂ. ലൈക്ക് ഐ ഓൾറെഡി സ്റ്റഡി ദിസ്. സോ എനിക്ക് പഠിക്കേണ്ട ആവശ്യം വന്നില്ല. സോ ഐ എം ഹോപ്പിംഗ് ടു ഡു ഇറ്റ് ഓൺ മൈ ലാപ്ടോപ്പ്. സോ ഗൈസ് ഐ എം പ്ലാനിങ് ടു ഡു ഇറ്റ് ഓൺ മൈ ലാപ്ടോപ്പ്. സോ നമ്മൾ പഠിച്ചതല്ലേ, നമുക്ക് ലാബല്ലേ, സോ ലാബിൽ നമ്മൾ ചെയ്യണമല്ലോ. സോ ഗായ്സ് ആക്ച്വലി ഞാൻ പറയുവാണെങ്കിൽ ഞാൻ കുറേ ദിവസമായി കോഡൊക്കെ ചെയ്തിട്ട്. സോ യാ, so let's try. So hi guys, നമ്മുടെ വ്ളോഗ്സ് ഒക്കെ സ്റ്റഡി വ്ളോഗ് അല്ലേ ഗൈസ്,
അതെടുത്തിട്ട് കുറച്ച് ദിവസമായിരുന്നു. ഓക്കെ, എക്സാമൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസമായി. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, എക്സാം കഴിഞ്ഞ് അന്ന് ഞാൻ രാത്രി എത്രയോ മണി വരെ പഠിച്ചു. ഓക്കെ, രാത്രി 10 മണി വരെയോ 11 മണി വരെ എന്തോ ആയി സ്റ്റഡീഡ്. ഓക്കെ, ആൻഡ് പിന്നെ അടുത്ത ദിവസം രാവിലെയും എണീറ്റ് കുറേ പഠിച്ചു. ആൻഡ് എക്സാം പോയി എഴുതി. സോ ഈ തിരക്കിൻ്റെ ഇടയിൽ ഐ കുഡ്ന്റ് ടേക്ക് മച്ച് വീഡിയോസ്. ഓക്കെ, സോ എക്സാം നൈസ്. ഓക്കെ, എനിക്ക് വൈവ ഞാൻ നന്നായിട്ട് പറഞ്ഞു, അത്യാവശ്യം ഓക്കെ ആയിരുന്നു. ആൻഡ് ദ കോഡിങ് പാർട്ട്, ഡൂയിങ് പാർട്ട് ഓൾസോ ഐ ഗോട്ട് ഔട്ട്പുട്ട്. ഓക്കെ, നല്ലപോലെ തന്നെ കിട്ടി. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, സോ ആൻഡ് ഞാൻ ഭയങ്കര ലേസി ടു പുട്ട് ദിസ് വീഡിയോ. ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു, മടി പിടിക്കുമായിരുന്നു എനിക്ക് വീഡിയോ ഇടാനൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരാഴ്ചയായി. ആൻഡ് ഐ വാസ് സോ ലേസി. പിന്നെ ലേസി മാത്രമല്ല, വർക്കുണ്ടായിരുന്നു ഇൻറ്റേൺഷിപ്പിൻ്റെ. സോ അത് ചെയ്യണമായിരുന്നു. പിന്നെ ചെറിയ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു. സോ നമ്മുടെ കോളേജ് എൻഡ് ആവുമായിരുന്നു. അപ്പോൾ റെക്കോർഡ് വെക്കണം, പ്രസൻറ്റേഷൻ വർക്ക്, അങ്ങനെ കുറേയൊക്കെ ഉണ്ടായിരുന്നു. സോ എനിക്കിത് എടുത്തൊന്ന് ചെയ്യാൻ തോന്നും, ബട്ട് ഐ ഡോണ്ട് ഹാവ് ടൈം. ഓക്കെ, ഐ ഡോണ്ട് ഹാഡ് ടൈം. ഓക്കെ, സോ ഇപ്പം ഞാൻ ഫൈനലി എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുറേ റെക്കോർഡൊക്കെ വച്ചു, ഒരെണ്ണം സൈൻ ചെയ്ത് മേടിച്ചു. ഓക്കെ, ഒരു റെക്കോർഡ്. സോ ഗായ്സ്, ദാറ്റ്സ് ഓൾ ഫോർ ദ സ്റ്റഡി വ്ലോഗ്. എനിക്ക് തോന്നുന്നു ദിസ് വാസ് നോട്ട് എ പെർഫെക്റ്റ് വൺ. എന്ന് പറഞ്ഞാൽ സ്റ്റഡി വ്ലോഗായിട്ടൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് എ റാൻഡം ക്ലിപ്സ്. ഓക്കെ, അറ്റാച്ച്ഡ് ടുഗദർ. സോ പഠിക്കുന്നതിനെ കുറിച്ചായിരുന്നു. ഓക്കെ, ലാബ് എക്സാം സ്റ്റഡി വ്ലോഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പഠിക്കുന്ന ടൈമിലുള്ള വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പഠിക്കാൻ തുടങ്ങുന്ന നേരത്തെ വിചാരിച്ചു ഇപ്പം എടുക്കണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. ആൻഡ് കുറച്ച് കഴിഞ്ഞ് ഐ ഫോർഗോട്ട്. പിന്നെ എക്സാമാണ് ഗൈസ്, അതുകൊണ്ട് പിന്നെ അതിന് കണ്ടിന്യൂസ് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ പഠിക്കുന്നതിൻ്റെ ആ ഒരു തിരക്കിലായിരിക്കുമല്ലോ. സോ ഗായ്സ്, ബൈ ബൈ, വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, എപ്പോഴെങ്കിലും വരും.